എല്ലാവർക്കും നമസ്കാരം. സുലൂസ് ജികെ ട്രിക്സ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് PSC ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന VP മേനോൻ എന്ന മലയാളത്തിന്റെ അഭിമാനമായ ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ്. നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓരോന്നായി മറക്കാത്ത രീതിയിൽ എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, VP മേനോൻ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ്സിന്റെ ഗവൺമെന്റ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം 1947 to 1951. VP മേനോൻ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ്സ്, അങ്ങനെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു 1947. അതിന്റെ ഗവൺമെന്റ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടമാണ് ചോദ്യം. 1947 to 1951. ഓർത്തിരിക്കാൻ ഒരു പാടില്ല. 1947 എല്ലാവർക്കും അറിയാം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ്. 51 എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് ആരംഭിച്ച വർഷമാണ് 1951. അപ്പോ പൊതു തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവുമാണ് എന്ത് വേണ്ടത്? നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കി ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കുന്ന മഹത്തായ യജ്ഞം നടപ്പിലാക്കുക. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കുക എന്ന മഹത്തായ യജ്ഞം നടപ്പിലാക്കിയ സർദാർ വല്ലഭായ് പട്ടേലിന്റെ റൈറ്റ് ഹാൻഡായി നിന്ന് അതിനാവശ്യമായ തന്ത്രങ്ങൾ മെനയുകയും നടപ്പിലാക്കുകയും ചെയ്ത മലയാളത്തിന്റെ അഭിമാന പുത്രനാണ് VP മേനോൻ. 565 നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സർദാർ വല്ലഭായ് പട്ടേലിനൊപ്പം നേതൃത്വം നൽകിയ മലയാളി VP മേനോൻ. 565 നാട്ടുരാജ്യങ്ങളെയാണ് സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ചേർന്ന് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത്. അതിന് നേതൃത്വം നൽകിയ മലയാളിയാണെന്നാണ് ചോദ്യം. ഉത്തരം VP മേനോനാണ്. അവിടെ ഒരു പ്രശ്നമുള്ളത്, ഇനിഷ്യൽ മാറിയ വ്യക്തികളെ കണ്ടെത്തി ചോദ്യകർത്താവ് ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തും. നമ്മൾ ഒരു കാരണവശാലും മറക്കാൻ പാടില്ലാത്ത എന്താണ്? VP എന്ന് പറയുന്ന ഇനിഷ്യലാണ്. VP മേനോൻ. VP എന്ന് പറയുന്ന ഇനിഷ്യല് ഒരിക്കലും മറന്നു പോകാതിരിക്കാനായിട്ടൊരു ചെറിയ ട്രിക്ക് പറയാം. VP എന്നത് വൈസ് പ്രസിഡന്റിന്റെ ഷോർട്ട് ഫോമാണ്. വൈസ് പ്രസിഡന്റിന്റെ ഷോർട്ട് ഫോമാണ് VP. VP ടു പട്ടേൽ എന്ന് പഠിച്ചു വെച്ചോളൂ, മറക്കത്തില്ല. VP ടു പട്ടേൽ, VP ടു പട്ടേൽ, വൈസ് പ്രസിഡന്റ് ടു പട്ടേൽ. പട്ടേലിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട്, അദ്ദേഹം പ്രസിഡന്റ് ആണെങ്കിൽ ഇദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നുകൊണ്ടാണ് ആ മഹത്തായ യജ്ഞം നടപ്പിലാക്കിയത്. ഓക്കെ, അടുത്ത ചോദ്യം, VP മേനോൻ രചിച്ച ബുക്കുകൾ. ഒന്ന്, ദി സ്റ്റോറി ഓഫ് ദി ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. രണ്ട്, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ഒന്നാമത്തെ ബുക്ക് ദ സ്റ്റോറി ഓഫ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ആ ബുക്കിന്റെ പേര് കേൾക്കുമ്പോഴേ അറിയാം അത് എഴുതിയത് ആരാണ്? VP മേനോൻ. അദ്ദേഹത്തിനാണ് എഴുതാനുള്ള 100% യോഗ്യതയെന്ന് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ബുക്ക് രണ്ടാമത്തെ ബുക്കാണ്. അതിന്റെ പേരെന്താണ്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ആ ബുക്കിന്റെ പേര് കേട്ടാൽ എന്ന് വിചാരിക്കുക, ആ ബുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്ന ആർക്കും എഴുതാൻ പറ്റുന്ന ബുക്കാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പേര്. പക്ഷെ അത് എഴുതിയത് നമ്മുടെ സ്വന്തം VP മേനോൻ. ഓക്കെ, അടുത്തത് 1951 മെയ് 6 മുതൽ 1951 ജൂലൈ 17 വരെ ഒഡീഷയുടെ ആക്ടിംഗ് ഗവർണറായിരുന്ന മലയാളി VP മേനോൻ. അപ്പൊ 1951 നമ്മൾ പഠിച്ചു. 47 to 51 അദ്ദേഹം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ടിരുന്നത്. ആ 51 തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? നമ്മുടെ ഒഡീഷയിലെ ആക്ടിംഗ് ഗവർണറായി സ്ഥാനം വഹിച്ചിരുന്നത്. 51 മെയ് 6 മുതൽ ജൂലൈ 17. ഒഡീഷയുടെ കോഡ് നിങ്ങൾക്കറിയാം, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓ ദിശ. ദിശ നമ്മളൊന്ന് അകത്തി എഴുതിയ ഓ ദിശ. ഓ ദിശയാണ് ഒഡീഷയുടെ കോഡ്. ഓ ദിശ അഥവാ ദിശയുടെ ഗവർണർ VP. ദിശയുടെ ഗവർണർ VP ചുമ്മാ ഒന്ന് കേട്ടിരുന്നാൽ മതി, കാണാതെ പഠിക്കാൻ നിൽക്കുന്ന. അതിന്റെ മനസ്സിൽ കിടന്നോളും. ദിശയുടെ ഗവർണർ VP. VP എന്ന് പറഞ്ഞാൽ VP മേനോൻ. അദ്ദേഹം ദിശയുടെ അഥവാ ഒഡീഷയുടെ ഗവർണറായി. 1942 മുതൽ 1947 വരെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആൻഡ് പൊളിറ്റിക്കൽ റിഫോംസ് കമ്മീഷണർ ടു വൈസ്രോയി ആയിരുന്ന മലയാളി VP മേനോൻ. 1947 ഇന്ത്യയുടെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കേണ്ടതന്നെ അദ്ദേഹം. അതിനു മുമ്പ് ആരായിരുന്നു? വൈസ്രോയിയുടെ അഡ്വൈസർ ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആൻഡ് പൊളിറ്റിക്കൽ റിഫോംസ് കമ്മീഷണർ ആയിരുന്നു നമ്മുടെ VP മേനോൻ. ഓർത്തിരിക്കാനുള്ള കോഡ് പറയാം.
VP2 വൈസ്രോയ്. VP2 പട്ടയം നമ്മൾ പഠിച്ചു, ഇവിടെ വീണ്ടും പഠിക്കുന്നു VP2 വൈസ്രോയ്. VP2 വൈസ്രോയ് നോക്കോളൂ, മറക്കണ്ട. VP മേനോന്റെ ജന്മദേശം മലബാർ ജില്ലയിൽ ഒറ്റപ്പാലം 1893. VP മേനോന്റെ ജന്മദേശം 1893 നമ്മുടെ മലബാർ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലമാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് മദ്രാസിന്റെ കീഴിലായിരുന്നു മലബാർ. അത് മലബാർ ഒരു ജില്ലയായിരുന്നു. ആ ജില്ലയിൽ ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ്, നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. ഒറ്റപ്പാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. അവിടെയാണ് നമ്മുടെ ബഹുമാന്യനായ VP മേനോൻ ജനിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാവുന്നത്. ഏത് വിധത്തിൽ ചോദിച്ചാലും ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ഉറപ്പായി ലഭിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.